കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് പ്രകാശൻ കാർത്തിയോട് പറഞ്ഞു, മോളെ കല്യാണി വന്നിട്ട് നമുക്ക് കല്യാണിയും കൂട്ടി പുറത്തുപോയി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടോ. അത് പിന്നെ അച്ഛ കല്യാണി ഒന്ന് വന്നോട്ടെ, പിന്നെ ദിലീപേടൻ വന്നു കഴിയുമ്പോൾ ഞാൻ ദിലീപേടനോടും കൂടെ സംസാരിക്കാം, എന്നിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു. എന്താ മോളെ, മോളുടെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. എന്ത് പ്രശ്നമുണ്ടല്ലോ അച്ഛനോട് പറ, കാര്യമൊന്നും ഇല്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിയെ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോന്നു. അപ്പോഴേക്കും പ്രകാശൻ ആലോചിച്ചു, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാർത്തിക മോളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. കല്യാണി മോളെ കുറിച്ച് ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറയണില്ല, ഫോൺ വിളിച്ചിട്ടായിട്ടൊന്നും എടുക്കുന്നുമില്ല. ആ സമയം കാർത്തിക അകത്തേക്ക് വന്നിട്ട് ലക്ഷ്മി അമ്മയോട് പറഞ്ഞു, അമ്മേ അച്ഛനാണെങ്കിൽ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക കല്യാണിയെ കുറിച്ച്, ഞാൻ എന്തും മറുപടി പറയാനാ? അവള് ഐസിയുലാന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? ഇനിയിപ്പം അവളെ വിളിക്കാൻ പറഞ്ഞിട്ട് വൈകുന്നേരത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് പറയും. അത് കേട്ട് ലക്ഷ്മി അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്താലോ, നമുക്ക് കിരണും കല്യാണിയും കൂടെ എവിടെയെങ്കിലും പോയേക്കോ എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ അമ്മ പ്രയോജനം? അപ്പൊ അവളെ ഫോൺ വിളിച്ചു തരാൻ പറഞ്ഞാലോ പ്രശ്നമാവില്ലേന്ന് ചോദിച്ചു. ആ സമയം പ്രകാശൻ അങ്ങോട്ടേക്ക് വന്ന് പ്രകാശൻ ഇത് കേട്ടു. അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങള്, തന്റെ കല്യാണി മോൾക്ക് എന്തോ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പ്രകാശൻ അങ്ങോട്ടേക്ക് വന്നു. പ്രകാശൻ വന്നിട്ട് എന്താ കാര്യം, എന്താ എന്റെ കല്യാണി മോൾക്ക് എന്താ സംഭവിച്ചേ? നിങ്ങൾ എന്തോ പറയുന്ന കേട്ടല്ലോ. ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. സത്യം പറ, നിങ്ങൾ എന്തോ പറഞ്ഞു, എന്നോട് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛാ അത് പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് മറച്ചു വെക്കുന്നേ? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ, എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞില്ലേ? അത് ആ ബെഗാസൊന്നില്ലേ, അയാള് കല്യാണിയെ കുത്തിന്ന് പറഞ്ഞു. കുത്തിന്നോ? എന്നിട്ടോ? കല്യാണി ഇപ്പം ഐസിയുലാന്ന് പറഞ്ഞു. ഐസിയുലോ? എന്റെ ഭഗവാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ പെട്ടെന്ന് ഇരിക്കുകയാണ്, നെഞ്ചിൽ ഇങ്ങനെ തടവിക്കൊണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞു, ഇതാ പ്രകാശനോട് ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് ക്രിട്ടിക്കലാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ, അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നിങ്ങൾ വെറുതെ കള്ളത്തരം പറയണ എന്നെ സമാധാനിപ്പിക്കാനായിട്ട്. എൻ്റെ മോൾക്ക് എന്തോ ഉണ്ട്, എനിക്കിപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, ഒന്നും സമാധാനപ്പെട് പ്രകാശൻ, ഇപ്പൊ ഓടി അലച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അത് പറയാം, എന്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പിന്നെ ചാടി എഴുന്നേറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന്. ആ സമയം ലക്ഷ്മി പറഞ്ഞു, മോളെ നീയും കൂടെ അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, എനിക്ക് ആ കിടപ്പ് കല്യാണി മോളുടെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോലും പോകാത്തെ. മോള് കൂടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കാർത്തിക് എന്ത് ചെയ്തു, പ്രകാശനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നപ്പം ഐസുവിന്റെ ഫ്രണ്ടിൽ കാദംബരി നിൽക്കുന്നുണ്ട്. കാദംബരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ഓടി ചെന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കണം. ആ സമയം കാദംബരി കാർത്തിയോട് ചോദിച്ചു, അല്ല കാർത്തി ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞല്ല കാദംബരി ചേച്ചി, ഞാൻ പറഞ്ഞല്ല കാദംബരി, പക്ഷെ ഞാനും അമ്മയും തമ്മിൽ സംസാരിക്കുന്ന അച്ഛൻ കേട്ടാന്ന് പറഞ്ഞു. ഈ സമയം പ്രകാശൻ പറഞ്ഞു, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? അത് പിന്നെ കല്യാണി ഇപ്പോഴും ഐസിയു തന്നെയാ എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ, അവളെ അകത്തേക്ക് ഇപ്പൊ കാണാനായിട്ട് നമ്മളെ ആരെയും കയറ്റി വിടത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഡോക്ടറുടെ പെർമിഷനൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, എനിക്ക് എൻ്റെ മോളെ കണ്ടേ മതിയാവുള്ളൂ, എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. ആ സമയം കാർത്തി ചോദിച്ചു, അല്ല കിരണക്ക് എന്തെന്ന് ചോദിച്ചു. അവര് പുറത്തെവിടെയോ പോയേക്കോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ഓടിച്ചെന്ന് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അതെ, കുറച്ചു മുമ്പ് വരെ ബോധമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ബോധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ബോധം വന്നിട്ടുണ്ട്. ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, അച്ഛന് ഈ കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, അച്ഛനിപ്പം ഇങ്ങോട്ട് വന്നോളൂ ഡോക്ടറെ, 2-3 അറ്റാക്കൊക്കെ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞു. ശരി, ഒരു കാര്യം പെട്ടെന്ന് കയറി കണ്ടിറങ്ങിക്കോടാന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശന് പെർമിഷൻ കൊടുത്തു. പ്രകാശനകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് കാദംബരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ലേ, കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. കാർത്തി പറഞ്ഞു, എത്രയും പെട്ടെന്ന് മടങ്ങി വന്നാൽ മതിയായിരുന്നു, കല്യാണിക്ക് ബോധം വേണമെന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഇനിയിപ്പോ അവൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാന്നൊക്കെ പറയാണ്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. ഈ സമയത്ത് പ്രകാശനകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ്. പ്രകാശം മോളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ കയ്യിലേക്ക് ഇങ്ങനെ പതുക്കെ പിടിക്കുകയാണ്.
ആ സമയത്ത് കല്യാണി കണ്ണു തുറന്ന് പ്രകാശിനെ ഇങ്ങനെയൊന്ന് നോക്കി. അച്ഛാന്ന് വിളിക്കുകയാണ്. മോളെ, നിനക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. അല്ല, ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന എൻ്റെ അച്ഛനെയാണല്ലോ എന്ന് പറഞ്ഞു. മോളെ, ഞാൻ ഇപ്പോഴാണ് നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ, അതാ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ. എന്തിനാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ? എന്നെ കാണാൻ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പിന്നെ മോൾക്ക് എന്തെങ്കിലും ആവത്ത് സംഭവിച്ചെന്നറിഞ്ഞ് എനിക്ക് കാണാതിരിക്കാൻ വരാൻ പറ്റുമോ? അല്ല, കിരണേട്ടൻ എന്തിയാ അച്ഛാന്ന് ചോദിച്ചു. അവന് പുറത്തെവിടെ ഉണ്ടെന്ന് തോന്നേ. ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിടാം, മോള് വിഷമിക്കൊന്നും വേണ്ട. കല്യാണി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, മോൾക്ക് വേദനയുണ്ടോ? വേദന ഉണ്ടായിരുന്നു, പെയിൻ കില്ലറൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ വേദനയൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞു. മോളെ സങ്കടപ്പെടണ്ട കേട്ടോ, മോൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അച്ഛാ, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ BP അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ECG ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, മോളെ, മോൾക്ക് ഇപ്പോഴും എൻ്റെ കാര്യത്തെക്കുറിച്ച് ടെൻഷനല്ലേ? എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോള് കണ്ണു തുറന്നല്ലോ, മോള് സംസാരിച്ചല്ലോ, ഇനിയിപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. മോളെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായെന്ന് പറഞ്ഞു. എനിക്കിനി ഒരു വേദന ഉണ്ടാകത്തില്ല മോളെ, മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടേന്ന് ചോദിച്ചു. അത് പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടാ. അതെ, വിസിറ്റേഴ്സിനെ ഒന്നും അധികം അലൗഡ് അല്ല, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ നോക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, 1 മിനിറ്റ് എന്ന് പറഞ്ഞു നേഴ്സിനോട്. പിന്നെ നേഴ്സ് അവിടെ പോയിരിക്കുന്ന സമയത്ത് കല്യാണം പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൈയൊക്കെ വീശി കാണിച്ച് പ്രകാശനം കൊണ്ട് ഇറങ്ങുമ്പോഴത്തേനും കല്യാണിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. കല്യാണി വേദന കൊണ്ട് ഇങ്ങനെ പൊളയുവാണ്. പ്രകാശിന്റെ മുന്നിൽ അത് വേദന കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് കല്യാണി വേദനയൊന്നും പ്രകടിപ്പിക്കാതിരുന്നത്. അതേ സമയത്ത് കിരണും രതീഷും വേലു ഒക്കെ രാഹുലിന്റെ അടുത്തായിരുന്നു. അങ്ങനെ പന്തൊക്കെ കത്തിച്ച് വെച്ചാണ് അവന്റെ അടുത്ത് നിൽക്കുന്നത്. അവരെ വായിക്കകത്ത് തുണിയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്, കൈയൊക്കെ കൂട്ടി കിട്ടിയിരിക്കുക. അങ്ങനെ മുട്ടയെ നിൽക്കുകയാണ്. ആ സമയത്ത് കിരൺ പറഞ്ഞു, ഇങ്ങനെ നിർത്തുന്ന ആരാന്നറിയോ? തൂക്കിലേറ്റാൻ ഒരുങ്ങുന്ന പ്രതികളെയൊക്കെ ഇങ്ങനെ നിർത്തുന്നതെന്ന് പറഞ്ഞു. നിനക്കും ആ ശിക്ഷയാടാ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. നീ ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്കും രതീഷ് പറഞ്ഞല്ല, ഇവന്റെ കണ്ണ് മൂടി കെട്ടണ്ടേ? തൂക്കിലേറ്റുന്ന സമയത്ത് കണ്ണ് മൂടി കെട്ടില്ലേ? വേണ്ട, ഇവന്റെ കണ്ണ് മൂടി കെട്ടണ്ട, അതിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞു. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും കുറുനരികളും ചെന്നായകളും ഒക്കെ അങ്ങോട്ടേക്ക് വരും. വൃത്തികെട്ട ശബ്ദത്തിൽ ഓരിയിട്ടുകൊണ്ടായിരിക്കും വരുന്നത്. ആ ശബ്ദം കേട്ട് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ ശബ്ദത്തിൽ ഇവൻ ഭയന്ന് നിലവിളിക്കണം. ഇവൻ പേടിച്ച് വിറയ്ക്കണം. അവറ്റകളെല്ലാം കൂടെ ഇവനെ കടിച്ച് കീറുന്നു പറഞ്ഞു. ഇവന് ഓരോ നിമിഷവും പേടിച്ച് വിറച്ചു വേണം ഇവിടെ നിൽക്കാനായിട്ട്, ഇവിടെ കഴിയാനായിട്ട്. ഏത് നിമിഷവും ഇവന്റെ മരണം സംഭവിക്കാന്ന് പറഞ്ഞു. വേലുവിടുന്ന്, സാറ് പേടിക്കുമൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ടല്ലോ, ഇവൻ മരിച്ചില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ബാക്കി തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതെ, ഗംഗാപ്രസാദിന്റെ കാര്യം പോലെ ആയിരിക്കില്ല ഇവന്റെ കാര്യം. ഗംഗാപ്രസാദ് നമ്മളിങ്ങനെ ഇട്ടിട്ട് പോയി രക്ഷപ്പെട്ടു, പക്ഷെ ഇവൻ ഒരു കാരണവശാലും രക്ഷപ്പെടല്ലെന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, ഇല്ല സാറേ, സാറ് ധൈര്യമായിട്ട് വെക്കോ, ഇവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരണ് അങ്ങോട്ട് ചെന്നിട്ട് രാഹുലിന്റെ നെഞ്ചത്തേക്ക് ആ ഷൂട്ട കാലെടുത്ത് വെച്ചു. അങ്കിളെ, കുറെ എന്നെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്നെ കൈ പിടിച്ച് നടത്തിയതല്ലേ, അപ്പൊ അതിനുള്ള ശിക്ഷയാണ് ഞാൻ തരുന്നത്. നിങ്ങൾ ചെയ്ത ദുഷ്ടത്തരം എന്താണെന്നറിയാവോ? ആദ്യം എൻ്റെ അച്ഛനെ, പിന്നെ എൻ്റെ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എൻ്റെ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, ഇനി നിങ്ങൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ അവിടേക്ക് ജീവനോടെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്യും. അതൊരു കാരണവശാലും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ് ബൈ അങ്കിളെ എന്ന് പറഞ്ഞു. രാഹുലിന് മിണ്ടാൻ പോലും പറ്റുമോ? വായിക്കാത്ത മൊത്തം തുണി തിരിയിരിക്കുമല്ലേ. ഒറ്റ തൊഴി കൊടുത്തു. രാഹുൽ അവിടേക്ക് വീണ് കൈയും കാലും എല്ലാം ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വേലു പറഞ്ഞു, കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവന്റെ വൃത്തികെട്ട മണം അടിച്ചിട്ട് കുറുനരികളും ചെന്നായ്ക്കളും ഒക്കെ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരും. ആ സമയത്ത് ഇവനെ കടിച്ചു കീറിക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇത്തിരിയും കൂടെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും വേലു പറഞ്ഞു, സാറേ, എന്നാ സാറ് പെട്ടെന്ന് പോയിക്കോ, ഞാൻ കല്യാണി ചേച്ചി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവനും ഭയങ്കര വിഷമമായിരിക്കും. അവൾ കരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. കല്യാണിച്ചിയുടെ കാര്യം ഓർത്ത് കഴിയുമ്പോൾ, സാരമില്ലടാ, അവൾക്കൊന്നും സംഭവിക്കാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേലുവിനെ ആശ്വസിപ്പിച്ചു. വേലു പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, സാറിനി ഇപ്പം അയാളുടെ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട, അയാളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. എന്ത് വേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇനിയിപ്പം അവന് ജീവനോടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. നാളെ നേരം വിളക്കുമ്പോഴത്തേനും അവന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയം രതീഷ് പറഞ്ഞു, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണ്ട ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ട് ഐസുവിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്.
പ്രകാശന. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അച്ഛൻ ഇനി പോയിക്കോ, അച്ഛൻ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു, ഞാൻ പോവാനോ? കാർത്തി പറഞ്ഞു, അതെ അച്ഛൻ ഇവിടെ നിൽക്കണ്ട, അച്ഛന് വയ്യാത്തല്ലേ, അച്ഛൻ്റെ ആരോഗ്യം കൂടെ നോക്കണ്ടെന്ന് ചോദിച്ചു. പ്രകാശൻ പറഞ്ഞു, എൻ്റെ ആരോഗ്യം നോക്കണ്ട, എനിക്ക് എൻ്റെ മോളാ വലുതെന്ന് പറഞ്ഞു. അതിനിവിടെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, അവർ നന്നായിട്ട് കെയർ കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ കെയർ കൊടുത്താണ് കല്യാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അച്ഛനിവിടെ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ, അച്ഛൻ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അച്ഛൻ ഇവിടെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, നിങ്ങൾക്കറിയാലോ അവളെ ഇപ്പം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്നും അച്ഛൻ പറയണ്ട, അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് കാദംബരി പറഞ്ഞു. അച്ഛൻ പോകുന്നത് തന്നെ നല്ലത്. ഈ സമയത്ത് പ്രകാശം പറഞ്ഞു, ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും കല്യാണി മോളുടെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം അവരൊന്നും ആരും ഇത് പ്രതീക്ഷിക്കുന്ന കാര്യമല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും കല്യാണി മോളെ അത്ര സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരെയും ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്ന അവളാണ്. അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആർക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അച്ഛാ, പക്ഷെ ഇപ്പൊ അച്ഛൻ്റെ ആരോഗ്യം നോക്കണം. ഒരുപക്ഷെ കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ കല്യാണിക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രകാശനെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിടാൻ നോക്കുകയാണ്. ഈ സമയത്ത് പേടിച്ചരണ്ട് കാട്ടിനകത്ത് കിടക്കുവാണ് രാഹുൽ എന്നൊരു അലറി വിളിക്കാൻ പോലും പറ്റില്ല. ചെന്നായ്ക്കളുടെ കുറുനരികളുടെ ശബ്ദമൊക്കെ അടുത്ത് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, അതിങ്ങനെ പേടിയോട് ചുറ്റും നോക്കുവാണ് രാഹുല്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.